വോട്ട് മോഷണവുമായി ബന്ധപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമൊക്കെയാണ് ദിവസങ്ങളായുള്ള ചർച്ച. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അറിവോടെയാണ് വോട്ട് മോഷണം നടന്നതെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രധാന ആരോപണം. ഇപ്പോൾ രാജ്യത്തിന്റെ ജനാധിപത്യ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത നടപടികൾക്കൊരുങ്ങുകയാണ് ഇന്ത്യ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെയാണ് സുപ്രധാന ആയുധം പ്രയോഗിക്കാനൊരുങ്ങുന്നത്. ഇംപീച്ച്മെന്റ്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്വാതന്ത്ര്യവും നിഷ്പക്ഷവുമായ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ ഇംപീച്ച്മെന്റ് പ്രമേയം അവതരിപ്പിക്കാൻ പ്രതിപക്ഷം നോട്ടീസ് നൽകി. ഇംപീച്ച്മെന്റ് എന്നത് ഒരു ഉദ്യോഗസ്ഥനെതിരെ അവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ തെറ്റായ കാര്യങ്ങൾ ചെയ്തതിന്റെ പേരിൽ സ്ഥാനത്തുനിന്ന് മാറ്റുന്ന പ്രക്രിയയാണ്. സാധാരണയായി ഒരു രാജ്യത്തിന്റെ ഭരണഘടനയുടെ ഉയർന്ന പദവിയിലുള്ള ഉദ്യോഗസ്ഥരെ, അതായത് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, സുപ്രീം കോടതി, ഹൈക്കോടതി ജഡ്ജിമാർ തുടങ്ങിയവരെ അവരുടെ സ്ഥാനത്തുനിന്നും നീക്കം ചെയ്യുന്നതിനുള്ള ഒരു മാർഗമാണിത്. ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ, ഭരണഘടനാ ലംഘനങ്ങൾ അല്ലെങ്കിൽ ഗുരുതരമായ ദുരുപയോഗങ്ങൾ എന്നിവ കണ്ടെത്തുമ്പോൾ മാത്രമാണ് ഈ നടപടി സ്വീകരിക്കാറുള്ളത്. കുറ്റകൃത്യങ്ങൾ തെളിയിക്കപ്പെട്ടാൽ തന്നെ അത് എളുപ്പത്തിൽ സാധ്യമാകുന്ന കാര്യമല്ല. ചില നടപടിക്രമങ്ങളുണ്ടതിന്. ആദ്യം പ്രമേയം പാർലമെന്റിൽ ഏതെങ്കിലും സഭയിൽ, ലോക്സഭയിലോ രാജ്യസഭയിലോ അവതരിപ്പിക്കണം. പ്രമേയത്തിന് ലോക്സഭയിലെ 100 അംഗങ്ങളോ രാജ്യസഭയിലെ 50 അംഗങ്ങളോ ഒപ്പിട്ട നോട്ടീസ് ആവശ്യമാണ്. പ്രമേയം അവതരിപ്പിച്ച ശേഷം അത് സ്പീക്കർ ഒരു അന്വേഷണ സമിതിക്ക് കൈമാറും. ഈ സമിതി അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കും. കുറ്റകൃത്യങ്ങൾ തെളിഞ്ഞാൽ പ്രമേയം പാർലമെന്റിന്റെ ഇരുസഭകളിലും മൊത്തം അംഗങ്ങളുടെ ഭൂരിപക്ഷവും ഹാജരായി വോട്ട് ചെയ്യുന്ന അംഗങ്ങളുടെ 2/3 ഭൂരിപക്ഷവും നേടി പാസ്സാകണം. പാർലമെന്റ് പ്രമേയം പാസാക്കിയാൽ രാഷ്ട്രപതി നീക്കം ചെയ്യാനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കും. ഇതാണ് പ്രക്രിയ. ഇന്ത്യൻ ചരിത്രത്തിൽ ഒരു മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെയും പാർലമെന്റ് ഇംപീച്ച്മെന്റ് പ്രമേയം പാസാക്കി നീക്കം ചെയ്തിട്ടില്ല. എന്നിരുന്നാലും അത്തരം നീക്കങ്ങൾ പലതവണ ഉണ്ടായിട്ടുണ്ട്.